വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെമ്മീൻ പക്കോട റെസിപ്പി. സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണല്ലോ പക്കോട റെസിപ്പീസ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നമുക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് പക്കോട. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു സ്നാക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ചെമ്മീൻ പക്കോടയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ചെമ്മീൻ പക്കോട തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ള ചേരുവകൾ. ഇതിപ്പോൾ 2 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഇപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വേണം, അത് ഒരെണ്ണം വലുത് എടുത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം. പിന്നെ മല്ലിയില അത് 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മല്ലിയില ഇഷ്ടമില്ലാത്തവർ അധികം ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മൾക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ സാധാരണയായിട്ട് ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മുടെ ചെമ്മീൻ. ഒരു 5 മിനിറ്റിനകത്തൊക്കെ നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ ചെമ്മീൻ ഏകദേശം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് പക്കോട നമ്മൾ പൊരിച്ചെടുക്കാനുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാം പക്കോട. അപ്പോൾ ഈ ചെമ്മീനിലെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പക്കോടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പക്കോടയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ ചെമ്മീൻ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്കോടയുടെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ കടലമാവ് 2 കപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 കപ്പ് കടലമാവ് ആട്ടോ ഞാൻ ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെമ്മീനിൽ ഉപ്പുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കടലമാവിൻ്റെ റെസിപ്പീസിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നമ്മളിത് നല്ല ടൈറ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. ആദ്യമേ നമ്മൾ നല്ല ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കരുത്, നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ നമ്മൾ പക്കോടയൊക്കെ നല്ല വീർത്ത് നല്ല ഭംഗിയിൽ വരുള്ളൂ. നല്ലൊരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ലൂസാക്കി എടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ഞാനിപ്പോൾ 2 കപ്പ് കടലമാവിലേക്ക് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പാണ്. ചിലപ്പോൾ അത് 1-2 ടേബിൾ സ്പൂണും കൂടി വെള്ളം വേണ്ടി വരും. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ആവും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ നമ്മൾ ആദ്യം നല്ല ടൈറ്റായിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് നമ്മൾ കുഴച്ചെടുത്തു. പിന്നെ നമ്മളത് അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് തിന്നാക്കിയിട്ട് മാറ്റുവാണ്. വളരെയധികം തിന്നാക്കരുത്, അങ്ങനെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലെ ഈ ഒരു പരുവത്തിലായി കിട്ടണം. അതായത് നമ്മൾ ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയും. ഇതുപോലെ നമ്മൾ കയ്യിൽ കോരിയെടുക്കുമ്പം അതിങ്ങനെ വീഴുന്നൊരു പരുവാവണം. അപ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത ചെമ്മീൻ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഫസ്റ്റിലേ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചതുകൊണ്ട് ഇപ്പോൾ നല്ല പാകത്തിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം മാത്രം നമ്മൾ പക്കോട ഫ്രൈ ചെയ്യാവൂ. പക്കോട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നന്നായിട്ട് നല്ല ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മാവ് കയ്യിൽ കോരി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല ടെക്സ്ചറിൽ നമുക്ക് പക്കോട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. മാവ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ പക്കോട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളത് മീഡിയം ഫ്ലെയിമിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മറന്നു പോകരുത്. ചൂടായ എണ്ണയിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അകത്ത് വേവില്ല. നമ്മൾ പക്കോട ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മളതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് മറന്നു പോകരുത്. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അകത്തും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡനും അതുപോലെ നല്ല ക്രിസ്പിയും ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഗോൾഡനും അതുപോലെ ക്രിസ്പിയും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്